അവിടുത്തെ RCCയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ അവരാണ് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അവരാണ് ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ അടുത്ത ബന്ധുക്കൾ കൂട്ടത്തോടെ ഈ പരീക്ഷയിൽ പങ്കെടുക്കുകയാണ്. പരീക്ഷ എഴുതുകയും ഇന്റർവ്യൂയിലും പങ്കെടുക്കുകയാണ്. ഇത് അടുത്ത ബന്ധുക്കൾക്ക് ജോലി നൽകി എന്നുള്ളത് മാത്രവുമല്ല, ലക്ഷക്കണക്കിന് രൂപ ഇതിൽ എവിടെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നമസ്കാരം. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നവരാണ് ഇടത് നേതാക്കന്മാർ എന്നതാണ് ഏറ്റവും വലിയ വിമർശനമായിട്ട് പലപ്പോഴും പിണറായി സർക്കാരിനെതിരെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോൾ അതേ തരത്തിലുള്ള ഒരു ആരോപണം ഉയരുകയാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ RCCയിൽ ചില നഴ്സുമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വിവാദം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആരോപണം, സംശയം ഉയരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് മുൻ കൌൺസിലറായിരുന്ന ശ്രീകാര്യം ശ്രീകുമാർ. സർ, RCCയിൽ വരുന്ന സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർക്ക് നിയമനം, സിസ്റ്റർമാരുടെ നിയമനം, അതിലൊരു പാകപ്പിഴവുകളുണ്ട് എന്ന് തോന്നാനുള്ള കാരണം? ഈ RCCയിൽ കഴിഞ്ഞ എത്രയോ വർഷകാലമായി ഈ ഒരു സംവിധാനം നടക്കുന്നുണ്ട്. ഞാൻ മുൻകാലങ്ങളിലും അവിടെ നടത്തിയ നിയമനങ്ങൾ, അവിടെ പലപ്പോഴും കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് നിയമനം നടത്തും. ഡോക്ടറിനെ ഒഴിച്ച് ബാക്കി മുഴുവൻ നിയമനം. എഞ്ചിനീയർ വരെ അവിടെ നിയമിച്ചിരിക്കുന്ന കുടുംബശ്രീ എന്നും പിന്നെ വനശ്രീയോ ശ്രീ, ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് നിയമിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ നടന്നിരിക്കുന്ന സ്റ്റാഫ് നഴ്സിന്റെ നോട്ടിഫിക്കേഷൻ നടത്തി 15/7/25 നോട്ടിഫിക്കേഷൻ നടത്തി. ഏകദേശം ഒരു 1000-ഓളം ഉദ്യോഗാർത്ഥികൾ അർഹരായ അവർ പങ്കെടുത്തു. പരീക്ഷയും ഇന്റർവ്യൂവിലും ഒക്കെ പങ്കെടുത്തു. അതിലൊന്നും തന്നെ ക്രമക്കേടില്ല. അതിൽ നടന്ന ക്രമക്കേട്, അഴിമതി എന്ന് പറയുന്നത് അവിടുത്തെ RCCയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ അവരാണ് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അവരാണ് ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ അടുത്ത ബന്ധുക്കൾ കൂട്ടത്തോടെ ഈ പരീക്ഷയിൽ പങ്കെടുക്കുകയാണ്. പരീക്ഷ എഴുതുകയും ഇന്റർവ്യൂയിലും പങ്കെടുക്കുകയാണ്. ഈ RCCയിലെ റൂൾസ് പ്രകാരം അവിടുത്തെ ഒരു ജീവനക്കാരി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയും ടെസ്റ്റുകളും നടത്തുന്ന ആളിന്റെ ബന്ധുക്കൾ പങ്കെടുക്കുകയാണെങ്കിൽ ആ സംവിധാനത്തിൽ നിന്ന് അവർ സ്വയം ഒഴിഞ്ഞു മാറണം. അത് ഡയറക്ടർ കത്ത് കൊടുത്ത് എന്റെ ബന്ധുക്കളായിട്ടുള്ളവർ, എനിക്ക് നേരിട്ട് ബന്ധമുള്ളവർ പരീക്ഷയിൽ പങ്കെടുക്കണമെന്നുണ്ട്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കത്ത് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ ചീഫ് നഴ്സിംഗ് ഓഫീസർ നടത്തിയത് വലിയ ക്രമക്കേടും അഴിമതിയുമാണ്. ഇത് അടുത്ത ബന്ധുക്കൾക്ക് ജോലി നൽകി എന്നുള്ളത് മാത്രവുമല്ല, ലക്ഷക്കണക്കിന് രൂപ ഇതിൽ എവിടെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 15 പേരെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ 15 പേരും ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറെ ബന്ധുക്കളും അടുപ്പക്കാരും പരിസര വീട് തൊട്ടടുത്ത് താമസിക്കുന്നവരും ഒക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കുറെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 1, 2, 3 റാങ്കുകളെല്ലാം തന്നെ അവർ അടുത്ത ബന്ധുവാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അവരുടെ കൃത്യവിലോപം യഥാർത്ഥത്തിൽ ശരിയാവണ്ണമല്ല അവരെ ഔദ്യോഗിക നടപടികൾ സ്വീകരിച്ചത്. ഇതിൽ ഇത്തരത്തിൽ ബന്ധുക്കൾ പങ്കെടുക്കുക, സ്വയം മാറി നിൽക്കാനുള്ള ധാർമ്മികത ഉണ്ട്. ധാർമ്മികത മാത്രവുമല്ല, നിയമവും അതാണ് പറയുന്നത്. അപ്പോൾ ഈ നിയമം അറിയാമായിരുന്നിട്ടും ഇങ്ങനെ ഇപ്പോൾ ഇത്രയും അധികം ആൾക്കാരെ നിയമിച്ചതിലൂടെ സ്വന്തം അധികാര ദുർവിനിയോഗം അവിടെ നടത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതിന് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് RCCയുടെ ചെയർമാനായിട്ടുള്ളത്. അദ്ദേഹത്തിന് മെയിൽ ഞാൻ നൽകിയിട്ട് 3 ദിവസമായി. സാധാരണ നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ നൽകിയാൽ 1 മണിക്കൂറിനുള്ളിൽ റിപ്ലൈ വരും. നമ്മൾ കൊടുത്ത പരാതി ആർക്ക് കൈമാറി, അതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് റിപ്ലൈ വരും. പക്ഷെ ഇന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിൽ അങ്ങനെ റിപ്ലൈ കിട്ടിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നം കൊണ്ടാവാം. എന്ത് തന്നെ ആയാലും ഈ നഴ്സിംഗ് ഓഫീസറെ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ നടപടി പുനഃപരിശോധിക്കണം. 1000-ഓളം വിദ്യാർത്ഥികൾ, ഈ സ്റ്റാഫ് നഴ്സിംഗിന് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. ഇവരെ മുഴുവൻ വിട്ടികളാക്കുന്ന നടപടിയാണ് RCC അധികാരികൾ സ്വീകരിച്ചത്. അത് ഈ ഉദ്യോഗാർത്ഥികൾ മുഴുവൻ രംഗത്ത് വരണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കാം. നിങ്ങൾ മുഴുവൻ രംഗത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ അർഹമായ അവസരമാണ് ഇവിടെ തട്ടിയെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ തട്ടിയെടുത്തവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാവുകയേ മതിയാവും. കാര്യം കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നതമായ ഈ വിദ്യാഭ്യാസം നേടിയിട്ട് ഉന്നതമായ റാങ്കുകൾ ജയിച്ചവർക്ക് പോലും ഇവിടെ ഇത് കിട്ടുന്നില്ല. അപ്പോൾ അത് അവർ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് രോഗികളെ കൂടെ ബാധിക്കുന്നതാണ്. ഏറ്റവും കഴിവുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് കഴിവില്ലാത്തവരെ പിൻവാതിൽ നിയമനം നടത്തുന്ന ഇപ്പോൾ സർക്കാരിന്റെ എല്ലാ മേഖലയും പിൻവാതിൽ നിയമനം നഗരസഭയിലായാലും എല്ലായിടത്തും വ്യാപകമായിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് പോകുന്ന മുമ്പ് നിയമിച്ച മുഴുവൻ പേരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടി കൂടി സ്വീകരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ അന്വേഷണം നടത്തണം. അതിന് വിജിലൻസോ ക്രൈംബ്രാഞ്ചോ പോലെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി ഈ കുറ്റക്കാരെ കണ്ടെത്തുന്നതോടൊപ്പം ഈ അഴിമതി നിറഞ്ഞ റാങ്ക് പട്ടിക റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ പരീക്ഷ നടത്തി അർഹതയുള്ളവർക്ക്
ഇതിൽ പ്രാവീണ്യമുള്ളവരെ ഇതിൽ തിരഞ്ഞെടുക്കണം. RCC പോലെ ക്യാൻസർ ചികിത്സയ്ക്ക് പാവപ്പെട്ട ജനം വരുമ്പോൾ അവിടെ പിൻവാതിലിലൂടെ നിയമനം നടത്തി വരുന്നവർ എങ്ങനെ ചികിത്സ നടത്തും എന്നുള്ളത് രോഗികളുടെ ജീവനെ കൂടി ആശ്രയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് റദ്ദ് ചെയ്ത് എത്രയും വേഗം പുതിയ പരീക്ഷ നടത്തി ജീവനക്കാരെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ തന്നെ RCC എന്തോ പുതിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. 1,500 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ നിയമനങ്ങളുണ്ട്. ആ നിയമനങ്ങളെല്ലാം ഇങ്ങനെ അഴിമതിയിലോട്ട് പോവുകയാണ്. ആ അഴിമതിയിലോട്ട് പോകാതെ സുതാര്യമായ ഒരു നിയമനം RCC ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ ആവശ്യം.